ഹായ് ഫ്രണ്ട്സ്, രാജസ്ഥാൻ്റെ ഹൃദയഭൂമിയിലേക്ക് സ്വാഗതം. ആരവല്ലി മലകളുടെ മടിത്തട്ടിൽ ചെങ്കൽ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന ആംബർ കോട്ട ചരിത്രവും വാസ്തുവിദ്യയും ഒത്തുചേർന്ന ഒരു വിസ്മയമാണ്. ജയ്പൂർ നഗരത്തിൽ നിന്ന് വെറും 11 കിലോമീറ്റർ അകലെയാണ് ഈ രാജകീയ സൗധം സ്ഥിതി ചെയ്യുന്നത്. കച്ചാഹ രാജാക്കന്മാരുടെ മുൻ തലസ്ഥാനമായിരുന്ന ആംബർ കോട്ട ഇന്ത്യൻ മുഗൾ ശൈലികളുടെ ഏറ്റവും മനോഹരമായൊരു സമന്വയമാണ്. ആംബർ കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ വിശ്വസ്ത സേനാനായകനായിരുന്ന രാജാ മാൻസിംഗ് ഒന്നാമൻ 1592 കോട്ടയുടെ ഇന്നത്തെ രൂപത്തിന് അടിത്തറയിട്ടു. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇതിനെ കൂടുതൽ ഗംഭീരമാക്കി. ശ്രദ്ധേയമായ ഒരു വസ്തുത, ഈ മഹത്തായ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ 6 രാജസ്ഥാൻ കോട്ടകളിൽ ഒന്നാണ്. പ്രധാന കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് ജലേക് ചൗക്ക് എന്ന വിശാലമായ മുറ്റമാണ്. രാജാവിന്റെ സൈന്യം പരേഡ് നടത്തിയിരുന്നതും യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരുന്നതും ഇവിടെയായിരുന്നു. പ്രശസ്തമായ ശീലാദേവി ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ദിവാൻ ഇ ആം അഥവാ പൊതു സദസ്സിനുള്ള ഹാളാണ്. ചുവന്ന മണൽക്കല്ലും മാർബിളുമായി പണിത ഈ ഹാൾ ഇരട്ട നിരകളുള്ള തൂണുകളാൽ താങ്ങി നിർത്തുന്നു. രാജാവ് പൊതുജനങ്ങളെ കണ്ടിരുന്നതും അവരുടെ പരാതി കേട്ടിരുന്നതും ഇവിടെ വച്ചാണ്. കോട്ടയുടെ കിരീടത്തിലെ രത്നമാണ് ദിവാൻ ഇ ഖാസിന്റെ ഭാഗമായ ലോകപ്രശസ്തമായ ശീഷ് മഹൽ അഥവാ കണ്ണാടി മാളിക. അതിമനോഹരമായി കൊത്തിയെടുത്ത കണ്ണാടി കഷ്ണങ്ങൾ ചുവരുകളിലും മേൽക്കൂരയിലും പതിച്ചിരിക്കുന്നു. ഒരൊറ്റ മെഴുകുതിരി നാളം കൊണ്ടുപോലും ഈ ഹാൾ മുഴുവൻ പ്രകാശമാനമാക്കാൻ ഈ വാസ്തുവിദ്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഠിനമായ ചൂടിൽ പോലും തണുപ്പുള്ള അന്തരീക്ഷം നിലനിർത്തിയിരുന്ന സുഖ് നിവാസ് മറ്റൊരു വിസ്മയമാണ്. ജലവിതരണ പൈപ്പുകൾ വഴി വെള്ളമൊഴുക്കുന്ന ഒരു നൂതനമായ ശീതീകരണ സംവിധാനം ഇവിടെ സജ്ജീകരിച്ചിരുന്നു. എയർ കണ്ടീഷനിങ് ഇല്ലാത്ത കാലത്തെ എയർ കണ്ടീഷൻ ടെക്നോളജി അപാരം. ഇനി അടുത്തത് സനാന ദിയോതിയാണ്. രാജ്ഞിമാർക്കും മറ്റ് അന്തഃപുരവാസികൾക്കും മാത്രമായിട്ടാണ് ഈ ഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അകത്തുള്ളവർക്ക് പുറം കാഴ്ചകൾ കാണാമെങ്കിലും പുറത്തുനിന്ന് ആർക്കും അവരെ കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇതിന്റെ നിർമ്മിതി. മവോട്ട തടാകത്തിന്റെ ശാന്തമായ കാഴ്ച കോട്ടയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഇവിടെ രഹസ്യ വഴികളുണ്ട്. കോട്ടയിൽ നിന്ന് ജയഗഡ് കോട്ടയിലേക്ക് പോകുന്ന രഹസ്യ തുരങ്കങ്ങൾ രാജാക്കന്മാരുടെ യുദ്ധ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. ആംബർ കോട്ടയുടെ കവാടങ്ങൾ കടന്നു പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ രജപുത്ര വാളുകളുടെ മുഴക്കവും അന്തഃപുരത്തിലെ മർമ്മരങ്ങളും ഒരുപക്ഷെ അലയടിച്ചേക്കാം. നമ്മൾ ഇവിടെ കണ്ടത് വെറുമൊരു കെട്ടിട സമുച്ചയം മാത്രമല്ല, അത് നൂറ്റാണ്ടുകളോളം നീണ്ട ഒരു ഭരണകൂടത്തിന്റെ പ്രൗഢിയാണ്. വാസ്തുവിദ്യ വൈദഗ്ധ്യമാണ്, ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആരവല്ലി മലകളെ സാക്ഷിയാക്കി മവോട്ട തടാകത്തിന്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ചു നിൽക്കുന്ന ഈ ചെങ്കൽ സൗധം ഭൂതകാലത്തിന്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലായി എന്നും അങ്ങനെ തന്നെ നിലകൊള്ളട്ടെ. മറ്റൊരു പുത്തൻ യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.